ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോണ വേറെ ഒന്നല്ല. ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ സമ്മറൊക്കെ പോയി, ഇപ്പൊ മഴക്കാലം ഒക്കെ ആയി, നല്ല തണുപ്പാണ്. ഈ തണുപ്പത്തൊക്കെ നമുക്ക് ചൂടോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല കൊതിയാവുന്നുണ്ട്. അപ്പോഴാണ് വിചാരിച്ച ഒരു ചൂട് മോമോസ് ഉണ്ടാക്കി കഴിച്ചാലോ. നമ്മളാണെങ്കിൽ ചൂട് മോമോസ് ഇങ്ങനെ മയോനൊക്കെ നമ്മളാണെങ്കിൽ ഇപ്പൊ ഡയറ്റിലാണ്. അപ്പൊ പുറത്തുനിന്ന് കഴിക്കുക പറഞ്ഞാൽ ഈ മയോണൈസിലൊക്കെ ഭയങ്കരമായിട്ട് ഓയിലും അതുപോലെ തന്നെ ഇപ്പൊ കുറെ പേര് മരിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. തിരിയാനേ പോയില്ല. പക്ഷെ നമുക്ക് കൊതി ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കാം. മയോണൈസ് എല്ലാം നമ്മളെ ഹെൽത്തി രീതിക്ക് ഉണ്ടാക്കാൻ പോണേ. മയോണൈസും മോമോസും എല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഇതിന്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ക്യാബേജ്, ഓണിയൻ, പിന്നെ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കണം. അപ്പൊ നമ്മള് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. നമ്മുടെ കയ്യിൽ ഇപ്പോ ഇഷ്ടമുള്ളതും ഉള്ളതും വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് വെജ് മോമോസ്. അതെ, വെജിറ്റബിൾ മാത്രം. പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് നമ്മള് ക്യാരറ്റും കേബേജും ആണ് ചേർത്തിരിക്കണം. അല്ലാണ്ട് ചിക്കൻ ഒന്നും ചേർക്കണില്ല. കാരണം ഇപ്പൊ നമ്മുടെ പെട്ടെന്ന് തോന്നിയ ആഗ്രഹം ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ചിക്കൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കണം. മോമോസിന്റെ ഡോ വന്നിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കണ സെയിം പ്രൊസീജിയറിൽ കുഴച്ചാൽ മതി. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാം. അത്രേ ഉള്ളൂ പരിപാടി. ഇതിപ്പോ നമ്മൾ അറിയണ പോലെയല്ല ഉണ്ടാക്കണം. അറിയണ മാതിരി പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ കുറെ രീതിയിൽ നമ്മളൊരു വീഡിയോയുടെ മോമോസ് ഉണ്ടാക്കാൻ പോണേ. വീഡിയോ പോലെ കാണാണ്ട് ഉണ്ടാക്കാൻ പോകണം. നമ്മൾ ഏകദേശം ഒരു ഐഡിയയില് ഉണ്ടാക്കണം. അറിയില്ല, നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം. അപ്പൊ ടേസ്റ്റ് ഉണ്ടായാൽ നിങ്ങളും ട്രൈ ചെയ്യുക. എന്തായാലും ഹെൽത്തി അല്ലേ, വെറുതെ ഇതൊക്കെ ഒരു ഗോതമ്പ് ദോശയും ഒരു ഉപ്പേരിയും കഴിക്കുന്ന ഫീല് നമ്മളൊരു മോമോസ് രൂപത്തിലാക്കണമെന്ന് മാത്രം. ഗായ്സ്, അപ്പൊ നമ്മുടെ കുറെ നേരത്തെ കുഴക്കലിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാകുന്ന അതേ മാവ് തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പൊ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ലൂസ് ഉള്ളി അങ്ങോട്ട് എണ്ണയിൽ എടുക്കുകയാണ് ഗൈസ്. ലൂസ് പിന്നെ ഭയങ്കര കുക്കിങ്ങിന് ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് നമ്മളെല്ലാം അവളിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഉള്ളിന് ലൂസ് അങ്ങോട്ട് കരിച്ചു വെച്ചു. ഞാൻ കുറച്ച് എന്നിട്ട് കുറച്ച് അങ്ങോട്ട് എണ്ണ വെച്ചിരിക്കുന്നത് കണ്ടോ. ഞാൻ അപ്പുറത്തെ സൈഡ് പോകുമ്പോ നോക്ക് ലൂസ് ഇവൾക്കൊരു ഇതുണ്ട്, എന്താ അറിയോ, ഇവൾക്ക് എല്ലാം പെട്ടെന്നാവാൻ വേണ്ടി നമ്മുടെ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെക്കും. എന്നിട്ട് കരിക്കും എല്ലാം. ഉത്തരവാദിത്തം നോക്കാനൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓൾമോസ്റ്റ് ഇത്തിരി ബ്രൗൺ കളർ ആയിട്ടും കൂടെ ആവട്ടെ. പെരിഞ്ഞോണ്ട് ബ്രൗൺ ആയതല്ലേ? അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മള് ഇതൊരു 2-3 അല്ലി വെളുത്തുള്ളി വന്നു. വെളുത്തുള്ളി മുളകും ആണല്ലേ, പച്ചമുളക്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാട്ടോ. അതില് നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാം അങ്ങോട്ട് സെറ്റായി വന്നപ്പോ നമ്മുടെ ക്യാബേജും ക്യാരറ്റും അങ്ങോട്ട് തട്ടുകയാണ് ഗൈസ്. ക്യാബേജ് ഒക്കെ ലൂസ് ആയിരുന്നതുകൊണ്ട് പറയല്ലേ, നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ക്യാരറ്റും ക്യാബേജും കൂടെ ഉപ്പേരി വെക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ചപ്പാത്തി വരത്തുന്ന സാധനം ഉള്ളതുകൊണ്ട് നമ്മുടെ മോമോസ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. മോമോസിന്റെ മാവ് പരത്തണത്, അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം നമുക്ക്. നമ്മുടെ ലൂസ് അവിടെ ഇതൊന്ന് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതായിട്ടുണ്ട്, ഉപ്പേരി സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അതെ, അപ്പൊ ഞാൻ അങ്ങോട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. ഇതിപ്പോ രണ്ടുപേരും കൂടെ ചെയ്താലേ പെട്ടെന്ന് തീരുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് മാവൊക്കെ പരത്തി മോമോസ് ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഈ ഉണ്ടനെ നമുക്ക് കൊണ്ടുപോയി പരത്താം. ഈ ഒരു പരിമ മതി അല്ലേ? ഓക്കെ, ഇനി എന്റെ ഫസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാം നമുക്ക് പരത്തിയിട്ട് വരാം ഗൈസ്. നമ്മള് ലൂസ് അങ്ങോട്ട് മാവ് ഉരുട്ടി വന്നപ്പോ നോക്കൂ എത്ര ചെറുതാക്കിയിരിക്കണം. റീസൺ എന്താ വെച്ചാ ഇത് ഒരു പൊട്ട സാധനം. അതിലാക്കുന്ന ടൈമില് കുഞ്ഞിതാക്കിയാലും കട്ടിക്ക് തന്നെ വരുന്നത്. പൂരി എത്ര ചെറുതാക്ക് അങ്ങോട്ട് ഞാൻ അമത്തി അങ്ങോട്ട് വലുതാക്കാണ്. നോക്ക് എത്ര കുഞ്ഞ് ലഡുവിന്റെ വലിപ്പം ഉള്ളത്. അത്രയും ഇല്ല. എല്ലാ മാവും കുഴച്ച് പരത്തി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതില് ഫില്ലിങ്സ് നിറയ്ക്കണം. അതെ, ഫില്ലിങ്സ് കുറച്ചിട്ടാ മതി അല്ലേ. ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ടിട്ട് ലൂസ് അങ്ങോട്ട് കയറ്റിയിടും. ഇതിനെ നിങ്ങൾക്ക് കലാപരമായിട്ട് കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെയോ മടക്കി ആക്കും. സ്കില്ലില്ലാത്തത് എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് എന്താ പറയാ. എന്റെ മോമോസ്
ഹായ് പൊളി അടിപൊളി. നല്ല ഭംഗിയുണ്ടല്ലേ? Yeah. താങ്ക് യു. അവിടെ വീഡിയോ എടുത്തിരിക്കണ്ട, വന്ന് ഹെൽപ്പ് ഓക്കെ, ചെയ്യേ. ഫുള്ള് ഇങ്ങനെ ആക്കിയിട്ട് വരാം ഗായ്. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതിന്റെ കോലവും ഭംഗിയും ഒന്നും ഞാൻ സ്പെഷ്യലായി ഉണ്ടാക്കിയതാ. അതെ, അതാണ് ഇത്ര ഡൈനോസറിനെ പോലെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് വൈസ് നമുക്ക് നോക്കാം. അതിന് സ്റ്റീം ചെയ്തെടുക്കാല്ലേ. എല്ലാ മോമോസും അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മിൽമയുടെ പാല് വെച്ചിട്ടാണ്. അപ്പൊ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വേണ്ടിയിട്ടാണ് നമ്മൾ പാലെടുക്കുന്നത്. ഈ മുട്ടയും അതുപോലെ തന്നെ എണ്ണയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹെൽത്തി അല്ലാണ്ടായി പോവും. പിന്നെ ഇത് മിൽമയുടെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അയ്യോ, ഇതെന്തത് കട്ടയാ? ജ്യൂസ് നോക്ക്, മണ്ടപ്പുറം കാണിച്ചിട്ട് കട്ട വരി വന്നിരിക്കുന്നത്. കട്ടല്ല, പിന്നെ അങ്ങോട്ട് വീട് മൊത്തം പുകച്ചല്ലോ. അത് നമ്മളില്ലേ സംസാരിക്കുന്ന ഇടയിൽ നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് കുട്ടി സംസാരിക്കാൻ നിന്ന് പാലൊഴിച്ച് പാകുമ്പോൾ അങ്ങോട്ട് അടിയിൽ കരിഞ്ഞത് അങ്ങോട്ട് പാറാൻ തുടങ്ങി ഗൈസ്. അയ്യോ, സീൻ കോൺട്ര എല്ലാം കുളമാവുകയാണല്ലോ. പിന്നെ ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അങ്ങോട്ട് പിരിപ്പിക്കണം, പാലും വെള്ളവും കൂടെ. അതാണ് ഞാൻ അടുത്ത പരിപാടി. മറ്റേ പാലങ്ങോട്ട് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിരിഞ്ഞു 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 പിരിഞ്ഞു. അപ്പൊ നമ്മുടെ പാലും വിനാഗിരിയും കൂടെ ഒഴിച്ചപ്പോൾ നമ്മുടെ പാൽ അങ്ങോട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. പാലും വെള്ളവും കൂടെ അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് എന്നിട്ട് നമുക്ക് അതുപോലെ ഒന്ന് അരിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, വെള്ളവും അതുപോലെ തന്നെ പാലും കൂടെ സെപ്പറേറ്റ് ആയി ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ പാലത്തെ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ആവശ്യമുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ കുറച്ച് സാൾട്ട് ഒക്കെ ഇട്ട് അടിച്ചെടുത്ത് നമ്മളെ ഹെൽത്തി മയോണൈസ് അങ്ങോട്ട് റെഡി ആയിരിക്കണം അല്ലേ. പറ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ മോമോസും മയോണൈസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങാണ്. മോമോസും അതുപോലെ തന്നെ ഇതെന്ത് പേരുണ്ടാകും, മയോണൈസും കൂടെ മുക്കിട്ട് അങ്ങോട്ട് തിന്ന് നോക്കാം. ചൂടൊക്കെ പോയി. ഉള്ള ഉള്ളിലത്തെ ഫില്ലിങ്സ് അടിപൊളിയുണ്ട്. ഇനി ലൂസിനെ കൊണ്ട് ട്രൈ ചെയ്തിട്ട് ഇത് കുറച്ച് ഫ്ലോപ്പ് ആയിട്ടോ. മയോണൈസ് കുറച്ച് ഫ്ലോപ്പായി, പക്ഷെ മോമോസ് കൊള്ളാം. ഇല്ല, മോമോസ് കൊള്ളാം. നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ മോമോസ് ഒക്കെ കിടിലനായിരുന്നു. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ മയോണൈസ് അങ്ങോട്ട് കൊള്ളമായില്ലേ. അത്ര കുഴപ്പമില്ല, എന്നാലും കഴിക്കാം. എന്നാലും കുറച്ച് ഫ്ലോപ്പായി പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായിരുന്നത് ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.